നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വയനാട് സന്ദർശിച്ചിരുന്നു. അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം പുറത്തുവരികയാണ്. രക്ഷാപ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനം അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം സ്ഥലം സന്ദർശിച്ച ശേഷം പ്രതികരിച്ചു. ദുരന്തം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് കിട്ടിയാൽ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം കൽപ്പറ്റയിൽ കളക്ടറേറ്റിലെത്തിയ കേന്ദ്രമന്ത്രി റവന്യൂ മന്ത്രി കെ രാജൻ, ജില്ലാ കളക്ടർ DR മേഘശ്രീ എന്നിവരുമായി ചർച്ച നടത്തി. ദേശീയ ദുരന്തമായി വയനാട് ദുരന്തം പ്രഖ്യാപിക്കണോ എന്നത് പരിശോധിക്കണമെന്നും അദ്ദേഹം പ്രതികരിച്ചു. വിഷയത്തിന്റെ സാധ്യതയും സാധുതയും പരിശോധിക്കണം. അതിന് നടപടിക്രമങ്ങളുണ്ട്. ഇപ്പോൾ കരുതലും കരുണയുമാണ് വേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയെന്ന അമിത്ഷായുടെ പ്രസ്താവനയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അത് സബ്മിഷന് മറുപടി പറഞ്ഞതാണെന്നായിരുന്നു സുരേഷ് ഗോപി പ്രതികരിച്ചത്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ എഴുന്നള്ളിച്ച് അസ്വസ്ഥത ഉണ്ടാക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. അമിത്ഷായുടെ മറുപടി ഉപയോഗിച്ച് ദുരന്തത്തിൽപ്പെട്ടവരുടെ മനസ്സിനെ മതിക്കരുതെന്നും സുരേഷ് ഗോപി മുന്നറിയിപ്പ് നൽകി. അതേസമയം ഈ വയനാട് സന്ദർശിച്ച ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സോഷ്യൽ മീഡിയ വഴി ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇംഗ്ലീഷിൽ പങ്കുവച്ച കുറിപ്പിന്റെ മലയാളത്തിലെ സംക്ഷിപ്ത രൂപം ഇങ്ങനെയാണ്. വയനാടിലെ ദുരന്തത്തിന്റെ ബാക്കി പത്രമായ അവശിഷ്ടങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ തന്റെ ഹൃദയം തേങ്ങുന്നുവെന്ന് അദ്ദേഹം പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. വയനാടൻ ജനതയുടെ സഹിഷ്ണുതയും ധൈര്യവും ശരിക്കും പ്രചോദനം നൽകുന്നതാണ്. ഈ വിനാശത്തിനിടയിൽ ഐക്യത്തിന്റെയും പിന്തുണയുടെയും ആത്മാവ് തിളങ്ങുകയാണ്. നമ്മുടെ സർക്കാരും വിവിധ ഏജൻസികളും ദുരിതബാധിതരെ രക്ഷിക്കാനും പുനരധിവസിപ്പിക്കാനും അക്ഷീണം പ്രയത്നിക്കുകയാണ്. ദുരിതബാധിതർക്ക് സഹായവും സാന്ത്വനവും നൽകുന്നതിന് ധൈര്യം കാണിക്കുന്ന എല്ലാ രക്ഷാപ്രവർത്തകർക്കും സന്നദ്ധ പ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. ഈ സമയങ്ങളിൽ നമ്മൾ ഒരുമിച്ചാണ്. ധീരമായ വയനാട്, ശക്തമായിരിക്കുക. ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട് എന്നാണ് സുരേഷ് ഗോപി കുറിപ്പിലൂടെ പങ്കുവച്ചത്. വയനാട്ടിലെത്തിയത് മുണ്ടക്കൈയിലെ ദുരന്ത മേഖല സന്ദർശിച്ചു. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കുമെന്ന് അദ്ദേഹം പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ലഫ്റ്റനന്റ് കേണലും നടനുമായ മോഹൻലാലും സ്ഥലം സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ഈ കൂട്ടായ പ്രവർത്തനങ്ങളെ മോഹൻലാലും പ്രകീർത്തിച്ചിരുന്നു. മാത്രമല്ല, അദ്ദേഹം നേരത്തെ 25 ലക്ഷം പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി 3 കോടി രൂപ വയനാടിന്റെ പുനരധിവാസത്തിനായി നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. വലിയ രീതിയിലുള്ള സഹായങ്ങളൊക്കെയാണ് വിവിധയിടങ്ങളിൽ നിന്നും എത്തുന്നത്. പ്രത്യേകിച്ച് സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത് വിമർശനങ്ങൾക്കിടയിലാണ്. അദ്ദേഹമൊന്നും സഹായമൊന്നും പ്രഖ്യാപിച്ചില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളൊക്കെ ശക്തമാകുന്നതിനിടയിലായിരുന്നു സുരേഷ് ഗോപി വയനാട് സന്ദർശിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.